എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഉഗാണ്ടയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ മസാലകൾ, അതിൽ ഞാൻ വാങ്ങിയ കുറച്ച് മസാലകളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് നമ്മുടെ മസാലകളൊക്കെ ഇവിടെ കിട്ടുമോ എന്ന്. അപ്പോൾ അത് വാങ്ങിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അതുകൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ മസാലകളും, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മസാലകളും ഇവിടെ മാർക്കറ്റിൽ ലഭ്യമാണ്. ആദ്യമേ തന്നെ സിനമൺ സ്റ്റിക്ക്, നമ്മുടെ കറുവപ്പട്ട, അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടല്ല ഇവിടെ കിട്ടുന്നത്. ഒരുപാട് നീളത്തിലായിരിക്കും. നാട്ടിൽ ഈ ചെറിയ വിറക് കമ്പുകളൊക്കെ കെട്ടി വെച്ചിരിക്കത്തില്ലേ, അതുപോലെ തോന്നിക്കും നമുക്ക്. അപ്പം നമുക്കതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഒരുപാട് കട്ടിയുള്ളതുകൊണ്ട് കട്ടി കുറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഈ കട്ടി കുറഞ്ഞതാണ് ഏറ്റവും നല്ലതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളതും. ടേസ്റ്റും വ്യത്യാസമുണ്ട്. കട്ടിയുള്ളത് അത്ര നല്ലതല്ല. അത് നമുക്ക് ഉപയോഗിക്കാനും ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ കനം കുറഞ്ഞ ഇതാണ് വാങ്ങുന്നത്. എന്ത് സാധനം വാങ്ങിയാലും ഒന്ന് കഴുകിയിട്ട് മാർക്കറ്റിൽ നിന്നായതുകൊണ്ടും അല്ലേ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാലും നമ്മളിപ്പോൾ എല്ലാം വാങ്ങി കഴുകുമല്ലോ. അപ്പം ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് അപ്പം തന്നെ വെള്ളം വടിഞ്ഞ് കിട്ടും. ഉണങ്ങി കഴിയുമ്പം കൈകൊണ്ട് തന്നെ ഒടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ ചിയാ സീഡ്സ് ഇവിടെ ഒരുപാട് കിട്ടും. ഇവിടെ കൃഷിയുണ്ട്. അത് കാരണം ഇപ്പം ഞാൻ കറുപ്പ് മാത്രമേ വാങ്ങിയുള്ളൂ. വെള്ള ഇവിടെ ഉണ്ടായിരുന്നു. ചിയാ സീഡ്സിന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ മാളുകളിൽ നിന്നോ ഒക്കെ വാങ്ങുമ്പോൾ നല്ല വിലയുണ്ട്. ഇവിടെ ഇത് മാർക്കറ്റിൽ ഒരുപാട് വില കുറവാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നത്. ഇത് മല്ലി നേരത്തെ ഒന്നും ഇവിടെ ഇങ്ങനെ ഇതുപോലെ കിട്ടത്തില്ലായിരുന്നു. ഇപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലി കിട്ടും. ഒട്ടും കിട്ടാതിരുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ചുമന്ന മുളക്. ഇതൊരു 2-3 വർഷമായിട്ടുള്ളൂ ഇങ്ങനെ കിട്ടാൻ തുടങ്ങിയിട്ട്. അത് നല്ല മുളകായിട്ട് കിട്ടും. ഇത് വാങ്ങിച്ച് കൊണ്ടുവന്ന് ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ തണ്ടൊക്കെ എടുത്ത് മാറ്റും. അതാണ്. ഇപ്പം നമ്മൾ നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവരത്തില്ല. ഇഷ്ടംപോലെ കിട്ടും ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ കാടമം, നമ്മുടെ ഏലക്കായ 2-3 കളേഴ്സിൽ കിട്ടും. ഇത് ഒരു മീഡിയം കളറാണ്. നല്ല ഗ്രീൻ കളറിൽ കിട്ടും. കുറച്ചുകൂടെ ഒരു വൈറ്റ് കളറോ ആയിട്ട് കിട്ടും. അപ്പം ഓരോ പ്രാവശ്യം നമ്മൾ എടുത്ത് നോക്കും ഏതിനകത്താണ് കൂടുതൽ സീഡ്സ് ഉള്ളതെന്ന് നോക്കും. ഈ പ്രാവശ്യം ഞാൻ പോയപ്പോഴത്തേക്കും എനിക്ക് ഇതിനകത്താണ് കൂടുതൽ സീഡ്സ് ഉള്ളതും നല്ല അരോമയായിട്ടും തോന്നിയത് ഈ ഒരു ഏലക്കായാണ്. പിന്നെ എന്താ പറയുന്നത്, ഇതിന് ഗ്രാമ്പു ക്ലൗ ആണ്. അത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഈ ഗ്രാമ്പു നല്ല അരോമയുള്ളതാണ്. പക്ഷെ ഒരല്പം വലിപ്പം കൂടുതലുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഒരല്പം വലിപ്പം കൂടുതലുണ്ട് ഇതിന്. ഇത് ഞാൻ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നത്. ഒരുപാടൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. കുറച്ച് ആവശ്യത്തിന് മാത്രം. പിന്നെ സിംസിം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കൃഷിയാണ്. ഏത് ഷോപ്പിൽ പോയാലും സിംസിം കറുപ്പും വെളുപ്പുമായിട്ട് ഇഷ്ടംപോലെ കാണും. അതിവിടെ കൊണ്ടുവന്ന് സീസൺ ടൈമിൽ തീരെ വില കുറവാണ്. 1-2 കിലോ വീതം വാങ്ങും. ഇത് കരിഞ്ജീരകം ഞാൻ ഒരിക്കലും വാങ്ങിയിട്ടുള്ളൊരു സാധനമല്ല. കണ്ടപ്പം വെറുതെ വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. തലമുടിയിൽ തേക്കാനായിട്ട് എണ്ണ കാച്ചുമ്പം കരിഞ്ജീരകം ഒരുപാട് നല്ലതാണ്. കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ എണ്ണ കാച്ചുമ്പോൾ ഒരിക്കലും ഇത് ഉപയോഗിച്ചിട്ടില്ല. കണ്ടപ്പോൾ വെറുതെ ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഒരല്പം വാങ്ങിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കരിഞ്ജീരകം തന്നെയാണിത്. ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടില്ലാത്തത് കൊണ്ട്. പക്ഷേ ഇത് കരിഞ്ജീരകമാണ്. അപ്പം കരിഞ്ജീരകം ഇവിടെ കിട്ടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻസ്. എങ്കിലും കണ്ടപ്പം ഞാൻ ഒരു ശകലം വാങ്ങിച്ചു. ജാതിക്ക നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല. അവരുടെ ഭാഷയിൽ ചോദിച്ചെങ്കിലേ അവർക്ക് അറിയുള്ളൂ. നമുക്ക് ആ ഭാഷയോട്ട് അറിയത്തുമില്ല അതിനെന്താ അവർ പറയുന്നതെന്നുള്ളത്. അപ്പം നമ്മളതിൻ്റെ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇത് ഇന്ന ഷോപ്പിൽ കിട്ടുമെന്ന്. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ ആ ഷോപ്പ് കാണിച്ചു തരും. അപ്പം നമ്മളവിടെ പോയാൽ മതി. പിന്നെ നമ്മുടെ പെരിഞ്ജീരകമാണിത്. പെരിഞ്ജീരകം ഇവിടെ കൃഷി ചെയ്തെടുക്കുന്ന ആയതുകൊണ്ട് 2-3 കളേഴ്സിൽ കിട്ടും. ഇത് ഒരു തരം പച്ച കളറാണ്. ഇത് ഫോട്ടോയിൽ ഇങ്ങനെ ഒരു മഞ്ഞ പോലെ തോന്നുമെങ്കിലും ഇതിലും നല്ല പച്ച കളറിൽ കിട്ടുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത്രയും ഡ്രൈ ആയിട്ടില്ല എന്ന്. അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചത്. ഇതിൻ്റെയൊക്കെ അരോമയെന്ന് പറഞ്ഞത് പറിച്ചെടുത്ത് അപ്പം തന്നെ കിട്ടുന്ന ആയതുകൊണ്ട് നല്ല
അരോമയാണ്. അപ്പം നമ്മൾ അതിനടുത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് തോന്നും നാട്ടിലൊക്കെ ആയുർവേദ മരുന്നുകളൊക്കെ വിൽക്കത്തില്ലേ, ആ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അരോമയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ കുരുമുളക് നേരത്തെയൊക്കെ എപ്പോഴും നാട്ടിൽ നിന്ന് കൊണ്ടുവരികയായിരുന്നു. അപ്പം നല്ല കുരുമുളക് ഇവിടെ കിട്ടും. അത് കഴുകി എടുത്ത് വെച്ചിട്ട് നമ്മൾ വെയിലിൽ നിന്ന് എടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് അതിൻ്റെ കളർ കുറച്ച് വെള്ളയായിട്ടൊക്കെ തോന്നുന്നത്. നല്ല സൂപ്പർ കുരുമുളകാണ്. നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്നതിനേക്കാളും ഒക്കെ ബെറ്റർ ആയിട്ടുള്ളതാണ്. ഇത് ഒരുപാട് പഴകിയതല്ല, പുതിയതാണ്. നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ചുകൂടി നല്ലപോലെ ഉണക്കിയെടുത്താണ്, ഒന്ന് കഴുകിയിട്ട് നല്ലതുപോലെ ഉണക്കിയെടുത്താണ്. ഒട്ടും വേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ചില സമയങ്ങളിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ 1/2 കിലോ വാങ്ങിച്ചാൽ 1/4 കിലോയും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, വിളവാകാത്തായിരിക്കും. ഇപ്രാവശ്യം അങ്ങനെയല്ല, സീസൺ കഴിഞ്ഞിട്ട് കിട്ടിയതായതുകൊണ്ട് നല്ല വിളവായിട്ട് പറിച്ചെടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെയാണ് ഈ സമയത്ത് ഞാൻ വാങ്ങിച്ച മസാലകൾ. നമുക്ക് ആവശ്യമുള്ളത് എപ്പോൾ വേണേലും എപ്പോൾ പോയാലും മാർക്കറ്റിൽ കിട്ടും. നേരത്തെയൊന്നും ഇങ്ങനെ മാർക്കറ്റിൽ അധികം കിട്ടുമായിരുന്നില്ല. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മസാലകൾ ഇവിടെ കിട്ടുമെന്ന്. ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്ന മസാലകൾ. നാട്ടിൽ നിന്നൊന്നും ഒന്നും തന്നെ ഞാൻ കൊണ്ടുവരാറില്ല. ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് ചുമന്ന് കൊണ്ടുവരണ്ടല്ലോ എന്ന് ഓർക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എപ്പോഴും ഒന്നും വീഡിയോ ഇടാറില്ല, വല്ലപ്പോഴുമൊക്കെ വീഡിയോ ഇടാറുള്ളൂ. എന്നാലും വല്ലപ്പോഴുമൊക്കെ ഇടുന്നതാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ കാടമം, നമ്മുടെ ഏലക്കായുടെ ചെടിയാണ്. ഏലക്ക പിടിക്കുന്ന ചെടിയാണ്. ഇത് ചവിട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു തണ്ട് വരും, എന്നിട്ട് അതേലാണ് ഈ കാ പിടിക്കുന്നത്. ഇത് കണ്ടിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. 1-2 പേരെന്നോട് ചോദിച്ചിരുന്നു. ഇവിടെ ഒരുപാടുണ്ടായിരുന്നു ഏലക്കായ, പക്ഷേ അതെല്ലാം അങ്ങനെ പോയി. ഇപ്പോൾ അത് കിളിച്ച് വന്നതാണ്. ഇത് കറിവേപ്പ് നമ്മുടെ നാട്ടിൽ മാർക്കറ്റിൽ കിട്ടുന്നത് ഇങ്ങനെ ഒടിച്ച് ഒരു സൈഡിൽ വെച്ചേക്കുമല്ലോ. ഇവരങ്ങനെയല്ല, ഇതുപോലെ കമ്പുകളായിട്ട് ഒടിച്ചെടുക്കും. നല്ല ഓരോരോ സ്റ്റമ്പുകളായിട്ട് ഒടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ ബക്കറ്റിലോ എല്ലാം വെള്ളം വെച്ചിട്ട് അതിനകത്തേക്ക് ഈ കമ്പുകൾ ഇറക്കി വെക്കും. ഈ കമ്പുകൾ ഇറക്കി വെച്ചിട്ട് ഇടയ്ക്ക് അതിൻ്റെ മുകളിലേക്ക് വെള്ളം തളിക്കുന്നേ കാണാം. അപ്പം നല്ല ഫ്രഷായിട്ട് കിട്ടും. വാങ്ങുന്നവർ ഇതുപോലെ ഓരോ സ്റ്റമ്പ് വീതം വാങ്ങിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും കറിവേപ്പ് ഉണ്ടാകത്തില്ല. അപ്പോൾ അവർ ഇതുപോലെ 1-2 കമ്പ് വാങ്ങിച്ചിട്ട് പോയി അവിടെ നമ്മൾ വീട്ടിൽ ചെന്ന് ഇതുപോലെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ മതി. ഇത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഞവര, നമ്മളെ പനിക്കൂർക്ക എന്ന് പറയും. 3 ടൈപ്പുണ്ട്. പിന്നെ വീഡിയോ ഒത്തിരി നീട്ടാക്കണ്ടെന്ന് വിചാരിച്ചാണ് ഞാനിത് എടുക്കാതിരുന്നത്. ഇതും ഇതുപോലെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ സ്റ്റമ്പ് ഒടിച്ചിട്ട് ഇവർ കറിവേപ്പില വെച്ചിരിക്കുന്നത് പോലെ തന്നെ വെള്ളത്തിൽ ഇറക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഓരോരോ സ്റ്റമ്പായിട്ട് ഒരു 3-4 എണ്ണമൊക്കെ ആൾക്കാർ വാങ്ങിച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻസിന് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. ഇത് അവർ ബജ്ജി ഉണ്ടാക്കും ഇതുകൊണ്ട്. അതുകൊണ്ട് ഇതിന് നല്ല ഡിമാൻഡാണ്. പിന്നെ ഉള്ളത് ഇത് ബേ ലീഫിൻ്റെ ചെടിയാണ്. ഇതൊക്കെ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തൊന്നും തന്നെ എടുത്തതാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇതൊന്നും ഞാൻ വാങ്ങാറില്ല. ബേ ലീഫിൻ്റെ തണ്ടും ഇതുപോലെ ഓരോരോ കമ്പായിട്ട് ഇവർ ഓടിച്ചെടുത്തിട്ട് ഒരു കയറ് കെട്ടിയിട്ട് അതിലിങ്ങനെ തൂക്കിയിട്ടേക്കും. അത് ചെറുതായിട്ട് ഉണങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ വാങ്ങിച്ചിട്ട് പോകും. പച്ചയോടും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കാണാം. അപ്പം ഇങ്ങനെ ഓരോരോ കമ്പുകളായിട്ട് തൂക്കിയിടും. ഉണങ്ങി കരിഞ്ഞ് കിടക്കുന്നതൊന്നും കാണാറില്ല. അതിന് മുമ്പ് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകും. അഥവാ ഉണങ്ങിയത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബഞ്ചായിട്ട് സൂക്ഷിക്കും. ഒരു 10 എണ്ണം വീതമൊക്കെ വെച്ചിരിക്കും. അത് വേണമെങ്കിലും വാങ്ങാം. പക്ഷേ ഞങ്ങൾ വാങ്ങാറില്ല ഇവിടെ ഉള്ളത് കൊണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.